കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നേതൃത്വത്തിന് തന്നെ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് തെരുവിൽ കാര്യങ്ങൾ മാറിയത് ഈ അണികളുടെ ഫ്ലെക്സ് യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശവാദങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ ഏകസ്വരത്തിൽ പറയുന്നത് ഈ ഫ്ലെക്സ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്നതാണല്ലേ. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കും പ്രതികരണത്തിലേക്കും നമ്മൾ ഇനി പോകുന്നത്. ഫ്ലക്സ് യുദ്ധവും പ്രകടനങ്ങളും അവസാനിപ്പിക്കണമെന്ന് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. അവരുടെ പ്രതികരണങ്ങൾ ആദ്യം കാണാം. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്ക് അതിന് മനസ്സിന് വിഷമമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നു നിങ്ങളോട് എല്ലാവരോടും, എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തനങ്ങളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും, ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. KPCC പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ രമേശിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. അപ്പം അതുകൊണ്ട് ഇന്നത്തേതോട് കൂടി ഇതെല്ലാം അവസാനിക്കുക. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശൻ കൂടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. കോൺഗ്രസ് അധ്യക്ഷന്റെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ AICC പ്രസിഡന്റും രാഹുൽജിയും എടുക്കുന്ന തീരുമാനം എല്ലാവരും ഏകസ്വരത്തിൽ അംഗീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലും UDFിലും അർപ്പിച്ച വലിയ വിശ്വാസം, ആ വിശ്വാസം സംരക്ഷിക്കണം. ഈ ദിവസങ്ങളിലുണ്ടായ മോശമായിട്ടുള്ള വാർത്തകളിൽ തിരുത്തൽ വരുത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും യോജിച്ച് ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരോടും പ്രവർത്തകരോടും അത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്നാലും നേതാക്കളുടെ ആഹ്വാനത്തിന് പിന്നാലെ KPCC ആസ്ഥാനത്തിന് മുന്നിലെ ഫ്ലക്സുകൾ പ്രവർത്തകർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്കും ഒക്കെ തന്നെ ആ നിർദ്ദേശം എത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മേഘന, ഇന്നലെയും ഇന്നുമൊക്കെയായി കണ്ടത് ഒരുപക്ഷെ കേരളം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെയാണ്. ഫ്ലക്സ് വലിച്ചു കീറുന്നു, കത്തിക്കുന്നു, ഫ്ലക്സിൽ തുപ്പുന്നു, അതോടൊപ്പം തന്നെ റോഡിൽ ശയനപ്രദർശനം നടത്തുന്നു. അങ്ങനെ നമുക്കത്ര കണ്ട് പരിചയമില്ലാത്ത കുറേ സംഭവ വികാസങ്ങൾ കണ്ടു. അതിലിപ്പോൾ നേതാക്കൾ നേരിട്ട് തന്നെ ഇടപെടുന്നു, അവർ കൃത്യമായ നിർദ്ദേശം നൽകുന്നു. അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയോ? പ്രജിൻ, തീർച്ചയായും നേതാക്കൾ പറഞ്ഞത് നല്ല കുട്ടികളായി അനുസരിക്കാനാണ് ഇപ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യം ഇന്ദിരാഭവനിലെ ഫ്ലക്സുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെയും ഫ്ലക്സുകളൊക്കെ നീക്കം ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വി.ഡി. സതീശന് വേണ്ടിയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിന് വേണ്ടിയും മറ്റും ഉയർത്തിയിട്ടുള്ള ഫ്ലക്സുകൾ അവർ വന്ന് തിരിച്ചു വെച്ച് പോയിട്ടുണ്ട്. നാളെ ഇവിടെ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. അതിലൊരു പ്രതികരണമായി വരുന്നത് നേതാക്കൾ തന്നെ, അത് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തല
ചെന്നിത്തലയും KPCC പ്രസിഡന്റും അടക്കമുള്ളവർ വന്ന് സംയമനം പാലിക്കണം, അതുപോലെ തന്നെ തങ്ങളുടെ പേരിൽ ഒരു തെരുവ് യുദ്ധമോ പ്രകടനമോ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം ഞങ്ങൾ പാലിക്കുന്നു, ടീം UDF ആണ് എന്നുള്ളതാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ പക്ഷത്തുള്ള അല്ലെങ്കിൽ KC വേണുഗോപാലിന് വേണ്ടി വാദിച്ച ആളുകളാണ് ഇപ്പോൾ ഈ ഫ്ലക്സുകൾ വന്ന് ഇവിടെ നിന്ന് മറച്ചു വെക്കുകയും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഹൈക്കമാൻഡിന്റെ എന്ത് തീരുമാനം വന്നാലും അത് അംഗീകരിക്കുമെന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം അടക്കം വലിയ ആകാംക്ഷയുണ്ട്. കാരണം ഇന്നലെ അടക്കം ഈ തലസ്ഥാനം കണ്ടത് വലിയൊരു തെരുവ് യുദ്ധം തന്നെയാണ്. കൂടാതെ ഉമ്മൻചാണ്ടിയുടെ അടക്കം ഫ്ലക്സുകൾ കീറുന്നൊരു സാഹചര്യമെന്നും വൈകാരികമായി പല ഗ്രൂപ്പ് തിരിഞ്ഞ് അടിയുണ്ടാകുന്ന അല്ലെങ്കിൽ തല്ലുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ ഈ തലസ്ഥാനം പോയി എന്നുള്ളതാണ്. അതിന് താൽക്കാലികമായ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു. അതിൽ പറയുന്നത് ഇനിയൊരു യുദ്ധത്തിലേക്കില്ല, ഹൈക്കമാൻഡിന്റെ തീരുമാനം അത് അംഗീകരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ തങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു തീരുമാനം എടുക്കും ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് മാനേജർമാർ അല്ലെങ്കിൽ ഇവർ യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ദിരാഭവൻ, സെക്രട്ടേറിയറ്റ്, അത് വെള്ളയമ്പലം തുടങ്ങിയ നഗരത്തിന്റെ പല മേഖലകളിലുമുള്ള ഫ്ലക്സുകൾ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയതിലടക്കം അത് തങ്ങളല്ല, കൂടാതെ അത് മറ്റിടത്തു നിന്ന് വന്നിട്ടുള്ള ഈ പ്രകടനത്തിന്റെ ഭാഗമായി അല്ലാത്ത ആളുകളാണ് ഈ ഫ്ലക്സ് കീറിയത് എന്നടക്കമുള്ള വിശദീകരണങ്ങളും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നൽകുന്നുണ്ട്. എന്തായാലും ഇതിൽ VD സതീശനും KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും വന്നു പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ തന്നെ KPCCയുടെ ഒരു വിലക്കുണ്ടായിരുന്നു. ഈ KPCC വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്രയും ശയനപ്രദർശനം അടക്കമുള്ള ഫ്ലക്സ് യുദ്ധം അടക്കമുള്ള വാക്പോരടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകാൻ പോകുന്നു. അതുപോലെ തന്നെ നേതാക്കൾ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ ഫ്ലക്സുകളൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് നഗരത്തിന്റെ പരമാവധി ഭാഗങ്ങളിൽ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ ഫ്ലക്സ് യുദ്ധം താൽക്കാലികമായി നിർത്തുന്നു. താൽക്കാലികമാണെന്ന് പറയാൻ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.